മലപ്പുറം അരീക്കോട് യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രദേശവാസികളും അകന്ന ബന്ധുക്കളും അടക്കം 10ഓളം പേരാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചത്. പലപ്പോഴായി പീഡനത്തിനിരയായെന്ന് യുവതിയുടെ മൊഴിയുണ്ട്. 3 കേസുകളിലായി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. 2 വർഷം മുമ്പാണ് പീഡനം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. മുഹമ്മദ് ഷംസീർ ചേരുന്നു. ഷംസീർ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, 3 കേസുകളാണ് ഇപ്പോൾ അരീക്കോട് പോലീസ് ഇതിൽ എടുത്തിരിക്കുന്നത്. അതായത് 2023 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ആദ്യം മഞ്ചേരിയിലേക്ക് വിളിച്ചു വരുത്തുകയും ശേഷം 2ാം പ്രതിയും ഒപ്പം തന്നെ 1ാം പ്രതിയും കാറിൽ കയറ്റി അരീക്കോടുള്ള ഒരു ലോഡ്ജിൽ എത്തിച്ച് അവിടെ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തു എന്നതാണ് ആദ്യത്തെ പരാതി. അത് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം മാനന്തവാടിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ലോഡ്ജിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന 2ാമത്തെ ഒരു കേസ് കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. 3ാമത്തേത് 1ാം പ്രതി മൂന്നാമത്തെ ആൾക്ക് ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ കാഴ്ചവെച്ചു എന്നുള്ള പരാതിയാണ്. ഇത് വള്ളുവമ്പ്രത്ത് വെച്ച് ലോഡ്ജിൽ വെച്ച് 3ാം പ്രതിയും ഈ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. ഇങ്ങനെ 10ഓളം പേർ പല സമയങ്ങളിലായി ഈ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി എന്ന പരാതിയാണ് പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. കൊണ്ടോട്ടി ഡിവൈഎസ്പി ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി ഇപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ഇവിടെ എത്തി പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കൂടുതൽ അന്വേഷണത്തിലൂടെ കൃത്യത വരുത്തിയ ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് പോകുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. ഏതായാലും ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പല കാര്യങ്ങൾ പറഞ്ഞ്, ആദ്യത്തെ സംഭവത്തിൽ മഞ്ചേരിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് വിനോദയാത്ര കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് പലയിടത്തേക്കായി യുവതിയെ കൊണ്ടുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതിയുടെ പ്രദേശവാസികളും ഒപ്പം തന്നെ അകന്ന ബന്ധുക്കളുമാണ് ഈ ബലാത്സംഗം ചെയ്തവരിൽ ഉള്ളത് എന്നുള്ളത് കൂടി വളരെ ഗൗരവമേറിയ കാര്യം കൂടിയാണ്. നടന്ന സംഭവമാണ്. മറ്റൊന്ന്, ഇതെങ്ങനെ പുറത്തേക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്, സ്വാഭാവികമായിട്ടും അതിന്റെ പരിമിതികൾ ഉണ്ടാകും. എങ്ങനെയാണ് ഇത് പുറത്തേക്ക് അറിയുന്നത്? പല കാലങ്ങളിലായി പെൺകുട്ടി, ഈ യുവതി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഈ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ പ്രകാരമാണെങ്കിൽ 2023 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത്. ഈ കേസിൽ 3 കേസുകളിൽ ആദ്യത്തെ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് 2023 ഫെബ്രുവരി മാസത്തിലാണ്. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് 2ാമത്തെ കേസിന് ആസ്പദമായ, അതായത് മാനന്തവാടിയിൽ എത്തിച്ച് പീഡിപ്പിക്കുന്ന ആ സംഭവം ഉണ്ടാകുന്നത്. അതായത് 2 വർഷം മുൻപ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പല കാലങ്ങളിലായി ഈ യുവതി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി ആയതുകൊണ്ട് തന്നെ സഹോദരനാണ് പോലീസിൽ ഇക്കാര്യം അറിയിച്ചതെന്ന് കൂടി നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അതായത് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ മാത്രമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സമയത്ത് മാത്രമാണ് പരാതി പോലീസിൽ ലഭിച്ചത്. 2 മാസമായി കോഴിക്കോട്ടെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇവർ ചികിത്സയിൽ തുടരുക കൂടിയാണ്. പോലീസ് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും പ്രതികൾ ആരാണ് എന്നതിന്റെ ഒരു ധാരണ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ അന്വേഷണം ഇതിൽ ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൂട്ടബലാത്സംഗവും ഒപ്പം തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ഇര എന്നുള്ളത് കൊണ്ട് തന്നെ കൊണ്ടോട്ടി ഡിവൈഎസ്പി നേരിട്ടാണ് കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ മൊഴിയെടുക്കലും ഒപ്പം തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് നീങ്ങുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ കുറിച്ചുള്ള, അതായത് കൂടുതൽ പേരുണ്ടോ എന്നതൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് അന്വേഷണം? ഈ ബന്ധുക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ വീട്ടിലുള്ള ആളുകൾ, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ലേ നേരത്തെ? മുമ്പ് എപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പോലീസിൽ ഈ പരാതി വരുന്നത് ഈ ഒരാഴ്ചക്കുള്ളിൽ മാത്രമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ പോലീസിലേക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. മറ്റൊന്ന്, മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയാണ്. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ സംഭവത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ടൂർ പോകാനാണെന്ന് പറഞ്ഞാണ് മഞ്ചേരിയിലേക്ക് വിളിച്ചു വരുന്നത്. അവിടെ വെച്ച് 2ാം പ്രതിയുടെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അരീക്കോട്ടേക്ക്. അരീക്കോട് ഒരു സ്കൂളിനടുത്തുള്ള ലോഡ്ജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞാണ്
രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഈ യുവതിയെ പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുക, ഏതെങ്കിലും ഘട്ടത്തിൽ അതൊരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. മൂന്നാമത്തെ സംഭവം ഉണ്ടാകുന്നത് അതും ഈ 2023 ഫെബ്രുവരിയിൽ ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നു. 2 മാസത്തിന് ശേഷം രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നു. വീണ്ടും ഈ യുവതി പോകണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുടെ സ്വരം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒന്നാം പ്രതിയാണ് ഇതിൽ തുടക്കത്തിൽ തന്നെയുള്ള ആദ്യത്തെ കേസിന് ആസ്പദമായ സംഭവത്തിലേക്ക് മഞ്ചേരിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. രണ്ടാമത്തെ ഈ കേസിലും ഒന്നാമത്തെ പ്രതിയുണ്ട്. മൂന്നാമത്തെ കേസിൽ മറ്റൊരാൾക്ക് കാഴ്ചവെക്കുന്ന ഈ സംഭവത്തിലും ആദ്യത്തെ പ്രതി തന്നെയാണ് ഈ മൂന്നാമത്തെ ആൾക്ക് ഈ യുവതിയെ അങ്ങോട്ട് എത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. മൂന്നാം പടി എന്ന സ്ഥലത്തേക്ക് ഈ യുവതിയോട് എത്താൻ ആവശ്യപ്പെടുന്നത് ഒന്നാം പ്രതിയാണ്. മൂന്നാം പടിയിൽ നിന്നാണ് ഈ മൂന്നാമത്തെയാൾ ഈ യുവതിയുമായി പോകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രലോഭനം പിന്നീട് ഭീഷണിയുടെ രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. വീട്ടുകാർക്കും ഇത് സംബന്ധിച്ച് ഏത് ഘട്ടത്തിലാണ് അറിവുണ്ടായിരുന്നതെന്നതും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് വിവരം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഒരാഴ്ചയ്ക്ക് ഇടയിൽ മാത്രമാണ് പോലീസിൽ ഈ കേസ് സംബന്ധിച്ച് ഈ പരാതി വരുന്നത്. ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കേസിന്റെ അന്വേഷണം കൊണ്ടോട്ടി ഡിവൈഎസ്പി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുന്നതോടുകൂടി അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ധന്യ. ശരി ഷംസർ.